ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. മഞ്ജൂസ് മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. മാത്സിലെ PYQs ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് LGSൻ്റെ പ്ലേലിസ്റ്റിൽ നമ്മൾ PYQs ഒക്കെ ചെയ്തിട്ടുണ്ട്. PYQs നോക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്ലേലിസ്റ്റൊക്കെ കണ്ടു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. DFH എന്ന് പറയുന്നത് 18 റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ BDF എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് DFH 18 ആയത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. DFH നമുക്കറിയാം, ഡീൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 4ആണ്. എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 6ആണ്. എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 8ആണ്. അപ്പോൾ നമുക്കിതെല്ലാം കൂട്ടിയിട്ടൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്ത് നോക്കുമ്പോൾ 6 4 10 8 18 എന്ന് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ 18 നമുക്ക് കിട്ടി. അപ്പോൾ ഇതേ റിലേഷൻ തന്നെയായിരിക്കും BDF എന്ന് പറയുന്നത്. അപ്പോൾ BDFൽ നമ്മളിത് അപ്ലൈ ചെയ്യാണ്. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 2ആണ്, ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 4ആണ്, എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് 6ആണ്. ഇതെല്ലാം കൂട്ടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 4 10 2 12 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്ലസ് എന്നാൽ ഇൻറ്റു, മൈനസ് എന്നാൽ പ്ലസ്, ഇൻറ്റു എന്നാൽ ഹരണം, ഹരണം എന്നാൽ മൈനസ് ആയാൽ 10 + 5 ഇൻറ്റു 10 ഹരണം 2 - 5 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചിഹ്നത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചിഹ്നങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. 10 + 5 എന്നാണ് തന്നിരിക്കുന്നത്. പ്ലസ്സിന് പകരം നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? പ്ലസ് എന്നാൽ ഇൻറ്റു എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഇൻറ്റു എന്ന് കൊടുക്കാം. നെക്സ്റ്റ് 5ആണ്. 5 കഴിഞ്ഞാൽ ഇൻറ്റു ആണ് വരുന്നത്. അപ്പോൾ ഇൻറ്റുവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹരണം എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് 10ആണ് തന്നിരിക്കുന്നത്. 10 കഴിഞ്ഞിട്ട് ഹരണമാണ് തന്നിരിക്കുന്നത്. ഹരണത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് മൈനസ് എന്ന് തന്നിട്ടുണ്ട്. മൈനസ് ഇട്ട് കൊടുക്കുന്നു. ദെൻ 2 കഴിഞ്ഞാൽ മൈനസ് ആണ് വന്നിരിക്കുന്നത്. മൈനസിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്ലസ് ആണ് തന്നിരിക്കുന്നത്. പ്ലസ് ഇട്ട് കൊടുത്തു. 5. ഇനി ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്? ബോർഡ് മാസ് എന്ന് പറയുന്ന റൂൾ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബോർഡ് മാസ് വെച്ചിട്ട് നമുക്കിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ഡിവിഷനാണ്. ഡിവിഷൻ അഥവാ ഹരണം. അപ്പോൾ ഹരണം നമുക്ക് ആദ്യം തന്നെ ചെയ്യാം. അപ്പോൾ 10 ഇൻറ്റു 5 ഹരിക്കണം 10 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 5 ഹരിക്കണം 10 എന്നുള്ളത് നമുക്കറിയാം. 10ൽ 5 2 തവണ പോവും അല്ലേ. അപ്പോൾ 1/2 എന്ന് വരും. അത് കഴിഞ്ഞിട്ട് -2 + 5 എന്ന് വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 2 10ൽ ക്യാൻസൽ ചെയ്ത് പോവും. 5 തവണ പോവും അല്ലേ. അപ്പോൾ 5 - 2 + 5 എന്ന് വരും. 5 5 10, 10ൽ നിന്നും 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 8 എന്ന ആൻസർ വരും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 8. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഏതെങ്കിലും 2 ചിഹ്നങ്ങൾ പരസ്പരം മാറ്റി സമവാക്യം ശരിയാക്കുക. ഇതും ബോർഡ് മാസ് എന്ന് പറയുന്ന റൂള് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതെങ്കിലും 2 ചിഹ്നങ്ങൾ പരസ്പരം മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോ ഓപ്ഷൻസും ഇട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം 5 + 3 നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം. 5 + 3 ഇൻറ്റു 8 - 12 ഹരിക്കണം 4 = 3 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും 2 ചിഹ്നങ്ങൾ മാറ്റി കഴിഞ്ഞാൽ ഈ 3 എന്ന് പറയുന്ന ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എ നമ്മൾ എടുക്കുവാണ്. പ്ലസും ഹരണവുമാണ് മാറ്റിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ പ്ലസ്സിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഹരണം ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 3 ഇൻറ്റു 8 - 12 ഹരണത്തിന് പകരം പ്ലസ് ഒന്ന് ഇട്ട് കൊടുക്കാം. +4 3 കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ബോർഡ് മാസ് വെച്ചിട്ട് ആദ്യം ചെയ്യേണ്ടത് ഹരണമാണ് അല്ലേ. 5/3 അതങ്ങനെ തന്നെ എടുത്തെഴുതി. ഇൻറ്റു 8 - 12 + 4 അപ്പോൾ 40/3
-12 + 4 എന്ന് വരും. = 40/3. അങ്ങനെ തന്നെ എടുത്ത് എഴുതുന്നു. -12 + 4 കൂടിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് -8 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40 - 24/3 എന്ന് കിട്ടും. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 16/3 എന്ന് കിട്ടും. ഓക്കെ, എന്തുവാണെങ്കിലും നമുക്ക് 3 എന്നുള്ള ഒരു ആൻസർ നമുക്ക് കിട്ടുന്നില്ല. സോ നമുക്ക് ഓപ്ഷൻ എ എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്യാം. നമുക്ക് 3 എന്ന് തന്നെ കിട്ടണം അല്ലേ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ ഇട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മൈനസും ഹരണവും തമ്മിലാണ് പരസ്പരം മാറ്റുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. എന്താണ് കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. 5 + 3 × 8 മൈനസും ഹരണവുമാണ് മാറ്റുന്നത് അല്ലേ. അപ്പോൾ മൈനസിന് പകരം നമുക്ക് ഹരണം ഇട്ട് കൊടുക്കാം. പിന്നെ 12 എഴുതി, ഹരണത്തിന് പകരം -4 = 3 കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ബോർഡ് മാസ് വെച്ചിട്ട് ആദ്യം ചെയ്യേണ്ടത് ഹരണമാണ് അല്ലേ. അപ്പോൾ 5 + 3 × 8 × 12 എന്നാണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 8/12 ഇങ്ങനെ എടുത്ത് എഴുതാം. -4 അല്ല അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പും പറഞ്ഞു തരണത്. = 4ൽ 8 2 തവണ പോവും, 4ൽ 12 3 തവണ പോവും അല്ലേ. ഓക്കെ, ഈ 3ഉം ക്യാൻസൽ ചെയ്യുന്നു. 5 + 2 - 4 എന്ന് കിട്ടുന്നു. നമുക്കറിയാം 5ഉം 2ഉം 7 ആണ്. 7ൽ നിന്നും 4 പോയി കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നത് 3 ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. 3 എന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഇനി ഓപ്ഷൻ സിയും ഡിയും ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ. നമുക്ക് ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഏതാണ് വ്യത്യസ്തം എന്നാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ 39, ഓപ്ഷൻ ബി 49, ഓപ്ഷൻ സി 99, ഓപ്ഷൻ ഡി 69. ഈ ഓരോ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഓപ്ഷൻ ബി ആണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. ബാക്കി ഓപ്ഷൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. 39, 99, 69. ഈ 3 ഓപ്ഷൻസ് നോക്കുമ്പോൾ 49 എന്ന് പറയുന്നത് ഒരു പൂർണ്ണവർഗമാണ്. √49 എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. 7 × 7 എന്ന് പറയുന്നത് 49 ആണ്. ബാക്കിയുള്ളതൊന്നും സ്ക്വയർ റൂട്ട് കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതാണ് കൂട്ടത്തിൽ ചേരാത്തത്? 17, 23, 31, 41, 53, 69. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഏതാണ് ചേരാത്തത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. 17 ജസ്റ്റ് എടുത്ത് എഴുതാണ്. 17, 23, 31, 41, 53, 69. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ റിലേഷൻ ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഓരോ ടേംസും ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. 17ഉം 23ഉം തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ആണ് കിട്ടുന്നത്. അതേപോലെ തന്നെ 23, 31 എങ്ങനെ ആയി എന്നുള്ളത് ചെക്ക് ചെയ്യുമ്പോൾ രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. 31, 41 ആയത് 10 ഡിഫറൻസ് ആണ്. 41, 53 ആയത് 12 ഡിഫറൻസ് ആണ്. 53, 69 ആയത് 16 ആണ് ഡിഫറൻസ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇത് പോയിരിക്കുന്നത് 6, 8, 10, 12 പിന്നെ അതിരിക്കുന്നത് 16 ആണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ 2 വെച്ചിട്ടാണ് ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. 6, 8, 10, 12. പക്ഷേ 16 എന്ന് പറയുന്ന സ്ഥാനത്ത് 14 ആണ് വരേണ്ടത്. 2 വെച്ചിട്ട് ആഡ് ചെയ്യുമ്പോൾ 12 കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് 14 ആണ്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് 16 ആയതുകൊണ്ട് ഇതിൽ കൂട്ടത്തിൽ ചേരാത്തതെന്ന് പറയുന്നത് 69 ആണ്. നമുക്ക് 67 ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ കൂട്ടത്തിൽ ചേരാത്തത് 69 ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ വടക്കോട്ട് കുറേ ദൂരം നടന്ന ശേഷം അവിടെ നിന്ന് വലത്തോട്ടും വീണ്ടും ഇടത്തോട്ടും നടക്കുന്നു. ഏത് ദിശയിലായിരിക്കും അയാളിപ്പോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഡയറക്ഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് അല്ലേ. ഈ ഒരു ഡയറക്ഷൻ നമുക്കറിയാം. അപ്പോൾ നമുക്ക് നോക്കാം. ഒരാൾ വടക്കോട്ട് കുറേ ദൂരം നടന്നു. വടക്കോട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് വടക്കോട്ട് കുറേ ദൂരം നടന്നു. എന്നിട്ട് അവിടെ നിന്ന് വലത്തോട്ട് നടന്ന്, വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്
വീണ്ടും ഇടത്തോട്ട് നടന്നു. ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് നടന്നു. അങ്ങനെയാണെങ്കിൽ ഏത് ദിശയിലായിരിക്കും അയാൾ ഇപ്പോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ദിശ ഏതാണ്? ഇങ്ങോട്ടുള്ള ദിശ എന്ന് പറയുന്നത് നോർത്താണ് അല്ലേ, അഥവാ വടക്കാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ വടക്കാണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്